നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. പ്രാർത്ഥിച്ചാണ് റീഡിങ്ങും തുടങ്ങുന്നത്. ഇവിടെ കിട്ടുന്ന കാർഡുകളിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി കണ്ടാൽ നിങ്ങൾക്കത് എഫക്റ്റ് ആവാതിരിക്കാനാണ് ശക്തമായൊരു മന്ത്രം ചൊല്ലുന്നത്. പല ആളുകൾക്കും പങ്കാളി വിളിച്ചു കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനാണ്. പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ മാത്രം കമൻ്റ് ഇടുക. നെഗറ്റീവ് കമൻറ്റുകൾ ഒഴിവാക്കുക. ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. പങ്കാളിയുടെ മാത്രം കാര്യമാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ എനർജി വന്നു കഴിഞ്ഞാൽ അത് പറയും. സിറ്റുവേഷൻ മുഴുവൻ പറയും. ഡേറ്റ് ഇവിടെ ഇടുന്നുണ്ടെങ്കിലും അത് അന്നന്ന് ഇടുന്ന വീഡിയോ നിങ്ങൾക്കറിയാൻ വേണ്ടിയാണ്. പക്ഷേ ടൈംലെസ് ആണ് ഇവിടെ. ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ എഫക്റ്റ് തീരുമെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ റീഡിങ് ഇട്ടിട്ടില്ല. എല്ലാ റീഡിങ്ങും ഞാൻ ടൈംലെസ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് അന്നായിരിക്കും ആ മെസ്സേജ് കേൾക്കേണ്ടത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇനി ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ നിങ്ങൾക്ക് മന്ത്രവും തരുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലത് എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ചാനലുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയും കിട്ടുള്ളൂ. അതുകൂടി ഒന്ന് ഓർക്കുക. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യൂ കേട്ടോ. വളരെ കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇന്നത്തെ എന്തൊക്കെയാണ് കാർഡുകൾ എന്ന് നോക്കാം. നൈറ്റ് കപ്പാണ് വന്നിരിക്കുന്നത്. കിങ് വാണ്ട്, കുറച്ച് തണ്ടുകാരനായ രാജാവ്. മറ്റുള്ളവരോടൊക്കെ സ്നേഹത്തിൽ പെരുമാറും, നിങ്ങളോട് മാത്രം കുറച്ച് അഹന്തയാണ്. 6 വാണ്ടും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ മാത്രം ഭരിക്കുന്നൊരു സ്വഭാവമാണ്, ലീഡർഷിപ്പാണ്. ഇനി സ്ട്രെങ്ത്താണ്, അതും മെരുങ്ങാത്ത സ്വഭാവമാണ്. ടവർ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ബന്ധമായി മാറുന്നത്. വാശിക്കാരനാണ്. എന്നാൽ മറോട് ചേർന്ന പ്രണയമാണ് വന്നിരിക്കുന്നത്. മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. സജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. യെസ് എന്ന ആൻസറാണ്. അവരുടെ മനസ്സിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. മൊത്തത്തിൽ നിങ്ങൾക്കുള്ള ആൻസറാണ് കിങ് കപ്പിൽ വന്നിരിക്കുന്നത്. ഈ കിങ് കപ്പ് എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ച കപ്പ് തരാൻ മടിയുള്ള രാജാവാണ്. അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇനി 5 കപ്പാണ്. തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം കിട്ടാൻ യോഗമില്ലാത്തവരിത് കാണുന്നുണ്ട്. 9 സോഡ്സാണ്. നിങ്ങൾക്ക് ഡിപ്രഷനാണ്. അവരിങ്ങനെ സ്നേഹശൂന്യനായിട്ട് പെരുമാറുമ്പോൾ ഇവിടെ വണ്ട് എനർജിയാണല്ലോ വന്നിരിക്കുന്നത്. പുരുഷൻ്റെ എനർജിയാണ് നമ്മൾ പറയുക. അപ്പുറത്തിരിക്കുന്നത് പുരുഷനായിരിക്കാം. അവർ സ്നേഹക്കുറവ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കക്കുറവ് വന്നു എന്നാണ് പറയുന്നത്. അത്തം രോഹിണി തിരുവോണം, കാർത്തിക ഉത്രം ഉത്രാടം, ഭരണി പൂരം പൂരാടം, ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ. നമ്പറുകൾ 6, 3 തവണയാണ് വന്നിരിക്കുന്നത്. സാത്താൻ്റെ നമ്പറാണല്ലേ 666. പക്ഷേ നമുക്കിവിടെ പ്രണയത്തിൻ്റെ നമ്പറായ ലവ് കാർഡും 6ആണ്. നൈറ്റ് കപ്പിൻ്റെ നമ്പറായ 1 വേ ലവും 6ആണ്. ഇനി 6 വാണ്ട് ലീഡർഷിപ്പ്, അതിൻ്റെ നമ്പറും 6ആണ്. 16 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. മറ്റേ 2 കാർഡുകളുടെ നമ്മൾ പറയില്ല. ഒന്ന് സജിറ്റേറിയസ് ആണ്, മറ്റേത് പൈസസോ അല്ലെങ്കിൽ വൃശ്ചികമോ മീനോ കർക്കിടകമോ അതേതെങ്കിലും രാശിയായിരിക്കാം. കപ്പ് എലമെൻ്റാണ്. പക്ഷേ അത് ഈ പ്ലാനറ്റ് പല കാർഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാർഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓം വരാഹരൂപോ വരാഹശ്ച വരാഹംഗശ്ച പാതുമാം വരാഹരൂപോ ഭൂമിപുത്രോ വരാഹംഗശ്ച പ്രസീദതു. ആദ്യത്തെ കാർഡ് നൈറ്റ് കപ്പാണ്. നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ 1 വേ ലവാണ്. അത് നിങ്ങൾക്ക് അവരോടാണ്. കാരണം അവർക്കാണ് കുറച്ച് അഹങ്കാരം. 2 പേരുടെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കാണ് കൂടുതൽ ഫീലിംഗ് ആവുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ കാർഡിൽ നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ഈ വ്യക്തി. 1 വേ ലവായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിങ് വാണ്ടാണ്. സ്നേഹമുള്ള ആളാണ്, പക്ഷേ സ്നേഹം തരാൻ കുറച്ച് പിശുക്കുള്ള ആളാണ്. ഇതിനാണ് പണ്ടൊരാൾ പറഞ്ഞിരിക്കുന്നത് ലുബ്ധൻ്റെ കയ്യിലത്തെ നിധിശേഖരം പോലെയാണ് എന്ന്. ഈ പിശുക്കന്മാരൊന്നും കൊടുക്കില്ലല്ലോ. അവരുടെ കയ്യിൽ നിധി ഉണ്ടായിട്ട് എന്താ കാര്യം? അവരും അനുഭവിക്കില്ല, മറ്റുള്ളവർക്കും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അതുപോലെയാണ് സ്നേഹമുണ്ട് അങ്ങേയറ്റം. അഗ്നിമൂലകാണ് ഇവിടെ വന്നിരിക്കുന്നത്. രാമൻ്റെ എനർജി. കിങ് വാണ്ട് എന്ന് പറഞ്ഞാൽ രാമനാണ് അതിൽ നിൽക്കുന്നത്. അതുപോലെ ഭാര്യ സ്നേഹമുള്ള ആളാണ്. പക്ഷെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ഇവർ പെരുമാറുക. മറ്റുള്ള എല്ലാവരോടും ബഹിർമുഖനാണ്, നിങ്ങളോട് അന്തർമുഖനാണ്. സ്വന്തം വാല് കടിച്ച് തിന്നുന്ന സലമാൻഡർ അതാണ്. എപ്പോഴും നിങ്ങളെ ഒന്ന് വരുതിയിൽ നിർത്തുന്ന സ്വഭാവമാണ്. അഹന്തയാണ് കൂടുതൽ.
എന്നാൽ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. മാറിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഭാര്യയാണ് അല്ലെങ്കിൽ കാമുകിയാണ്. അതുപോലെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതുപോലെയാണ് ഹൃദയത്തിൽ. ബാഹ്യമായിട്ട് അങ്ങനെ പെരുമാറില്ല. മനസ്സിൽ നിങ്ങൾ ആത്മാവിൽ അലിഞ്ഞു ചേർന്നവരാണ്. ആത്മാവിൻ്റെ ബന്ധം തന്നെയാണ്. എന്നാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആളുടെ പോലെ ഒരു നിധിശേഖരം കയ്യിലുണ്ടെങ്കിലും അതിലൊരു നാണയം എടുത്ത് തന്നാലാണ് മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ. അതുപോലെയാണ് ഇവരുടെ സ്നേഹം. മറ്റുള്ളവരോടൊക്കെ നല്ല രീതിയിൽ സ്നേഹത്തിൽ പെരുമാറാൻ അറിയാം, വേണ്ടത് ചെയ്യാൻ അറിയാം. ഇവിടെ നിങ്ങളോട് വരുമ്പോൾ കുറച്ച് ഈഗോ ആണ്, അല്ലാതെ അവർക്ക് നിങ്ങളോട് പെരുമാറാൻ അറിയാത്തത് കൊണ്ടല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും വിഷമം അനുഭവിക്കാനുള്ള കാരണമായി തീരുന്നു എന്ന് പറയുന്നത്. ഈ വ്യക്തിയുടെ ലീഡർഷിപ്പ്, ഞാനാണ് വലുതെന്നുള്ള ഭാവം, സ്നേഹത്തിനേക്കാൾ കൂടുതൽ അഹന്തയാണല്ലോ. അപ്പോൾ സ്നേഹം ഇവിടെ പ്രവർത്തിക്കുന്നില്ല, സ്നേഹ ഹോർമോൺ പ്രവർത്തിക്കുന്നില്ല. അതിനാണ് ഞാൻ ഈ സലമാൻഡർ എന്നൊക്കെ പറയുന്നത്. കരിങ്കല്ലിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത മനസ്സ്. കരിങ്കല്ലെന്ന് പറഞ്ഞാൽ അലിയോ? പ്രണയം എന്ന് പറഞ്ഞാൽ അലിവാണല്ലോ, സ്നേഹമാണല്ലോ, ആർദ്രമാവണമല്ലോ. ഇയാൾ അങ്ങനെയല്ല. ഇയാൾ കുറച്ച് തണ്ട് കാണിച്ച് നിങ്ങളെ വരുതിയിൽ നിർത്തി എപ്പോഴും അങ്ങോട്ട് പോയി സംസാരിക്കണം, അങ്ങോട്ട് മെസ്സേജ് അയക്കണം, അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊന്നും തരില്ല. അതുപോലുള്ള ആളാണ്. കിങ് ബാണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്, കുട്ടികളുടെ അച്ഛനാണ് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ അവർക്ക് കുടുംബമുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് രാമനെ പറയാൻ പറ്റില്ല. 90% വിവാഹേതര ബന്ധമാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കുടുംബം ഉണ്ടാവും. അതൊരു പരിമിതികൾ വെക്കാനുള്ള കാരണമാണ്. നിങ്ങൾ അവരുമായിട്ട് അത്ര ഡീപ്പായിട്ട് അടുക്കാൻ പറ്റില്ല കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ. ഈ വ്യക്തി കുടുംബത്തിനെ സ്നേഹിക്കുന്ന ആളാണ്. നിങ്ങളെ മാത്രം സ്നേഹിക്കുക, കുടുംബത്തിനെ അങ്ങ് കളയുക, അതൊന്നുമല്ല. കുടുംബത്തിനെ അവരുടെ സ്ഥാനത്ത് ഇരുത്തുന്ന ആളാണ് കുടുംബമുള്ളവരാണെങ്കിൽ. ഇനി വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് ഉറച്ച തീരുമാനമാണ്. അതൊന്നും മാറ്റം വരില്ല. നിങ്ങളെ തന്നെ കല്യാണം കഴിക്കും. പക്ഷേ ഇതുപോലുള്ള സ്വഭാവമൊക്കെയാണ്. തീരുമാനമൊക്കെ ഉറച്ചതാണ്. ഇനി കുടുംബമുള്ളവരാണെങ്കിലും എന്നും സ്നേഹത്തിൽ പോവാമെന്നൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ വല്ലാതെ റൊമാൻറ്റിക് ആവുക, പൈങ്കിളിയാവുക ഒന്നും ചെയ്തില്ലെങ്കിലും അവരുടെ ഹൃദയത്തിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുണ്ടാവും. ഇതുപോലെയാണ് ഈ രാജാവ്. ഇനി വന്നിരിക്കുന്ന ലവ് കാർഡ് മാറോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അവിടെ തന്നിരിക്കുന്നത്. മിഥുനം രാശിയാണ്, ദമ്പതികളാണ്, അല്ലെങ്കിൽ ദമ്പതികളാവാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിവാഹേതര ബന്ധമാണ്. ഏതായാലും ഇവിടെ ഇരട്ടകളെയാണ് കാണിക്കുന്നത്, ഒരു സ്ത്രീയും പുരുഷനും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സുകൾ. ഇങ്ങനെ മാനസികമായ ഐക്യമുണ്ട്, ബാഹ്യമായിട്ടില്ല. അതാണ് നിങ്ങളിങ്ങനെ വൺ വേ ലവായിട്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഉറക്കം ഇഷ്ടമാവുന്നു. ഇനി 5 കപ്പാണ് വന്നിരിക്കുന്നത്. 5 കപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ കുജൻ നനഞ്ഞ പടക്കം പോലെ വേണം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. ഇവിടെ ഈ കാർഡിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല, അവർ യാതൊരു ആക്ഷനും എടുക്കുന്നില്ല. ആ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ സ്നേഹവും അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയും അല്ലെങ്കിൽ അവർ തരുന്ന വാക്കും ഇതൊക്കെയാണ് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അവർ നനഞ്ഞ പടക്കം പോലെയാണ് പെരുമാറുന്നത്. നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്നില്ല. അങ്ങോട്ട് പോയി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിനൊരു അരവാക്ക് മിണ്ടും, അത്രേ ഉള്ളൂ. അതുപോലെയാണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതെനിക്ക് കിട്ടില്ല, ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇത് വിയോഗമാണ് പറയുന്നത്. വിയോഗം എന്ന് പറഞ്ഞാൽ മരണം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോകുന്നല്ല, പ്രണയത്തിൻ്റെ മരണം. ജ്വലിച്ച് നിൽക്കേണ്ട കനലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എന്താ ഉണ്ടാവുക? അവിടെ കരിക്കട്ടയും പുകയും തീയും ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം. അതാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. ഈ രാജാവ് അഗ്നിമൂലകമായിട്ട് കാര്യമില്ല. ഈ തീ കത്തുന്നതിൽ കുറച്ച് വെള്ളമൊഴിച്ച പോലുള്ള പെരുമാറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, ശേഷിക്കുന്നത് ഈ കരിക്കട്ടയും പുകയും ചാരവും. അങ്ങനെ നിങ്ങൾ എന്ത് വേണമെന്നറിയാതെ 9 സോട്സിലേക്ക് വന്നിരിക്കുകയാണ്. വിഷമിച്ച് ഉറങ്ങാതിരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ അങ്ങ് ഒഴിവാക്കാനും പറ്റില്ല. ബന്ധം ഏതുമാവാം, ഭർത്താവാം, അല്ലെങ്കിൽ വിവാഹേതര ബന്ധമാവാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് വാക്ക് പറഞ്ഞതാവാം. എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെയും ഈഗോ പിടിച്ച ഒരാളെ നിങ്ങളെങ്ങനെ പ്രണയിച്ചു എന്നുള്ളതാണ്. അയാൾ സ്നേഹം തന്നിട്ടേ ഇല്ല. ഒരു പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോയി പ്രണയം പറഞ്ഞതായിരിക്കാം, അല്ലാതെ അവരിങ്ങ് വന്നിട്ട് നിങ്ങളോട് പ്രണയം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാതിരി ഈഗോ ഉള്ള ഒരാളെയാണ് കാണിക്കുന്നത്. അഹങ്കാരം മാത്രമാണ് ഈ കിങ്ങിനുള്ളത്. ഭയങ്കര ദേഷ്യമായിരിക്കുക. കാരണം ഇവിടെ കുജനാണല്ലോ നിൽക്കുന്നത്. ദേഷ്യം കട്ടയിരിക്കുക. ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്ത ആളാണ്.
അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ പോയാൽ 6 വാണ്ടിലൊക്കെ നിൽക്കുന്നത് ഒരു വാക്ക് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കിനെ വഴക്കിടുന്ന ആളാണ്. നിങ്ങളെ അടിച്ചമർത്തുന്ന സ്വഭാവമാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കതിലെല്ലാം ഉണ്ട്. അയാൾക്ക് എപ്പോഴും വലിയവനാവണം, അയാൾ താഴ്ന്നു വരില്ല. പ്രണയത്തിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. ഒരാൾ മാത്രം എപ്പോഴും ഞാൻ വലിയ ആളാണെന്ന് ഭാവിച്ച് നടന്നാൽ മറ്റേ ആൾക്ക് സ്നേഹം കൊടുക്കാതെ ഇരുന്നാൽ പിന്നെ എങ്ങനെയാണ് പ്രണയം വിജയിക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിരഹമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി 9 സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിപ്രഷനിലാണ്, ഉറക്കമില്ല, ആ വ്യക്തി ഒരു തുള്ളി സ്നേഹം പോലും തരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ എല്ലാം അനുകൂലമായ കാർഡുകളാണ്. പിടിവാശി കൂടുതലാണ്, അഹങ്കാരം കൂടുതലാണ്, മറ്റുള്ളവരോടൊക്കെ സ്നേഹത്തിൽ പെരുമാറും. ഇനി നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറും. അത് നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാനും നിങ്ങൾ വേദനിക്കാനും വേണ്ടിയിട്ടാണ്. കുറച്ച് വാശി കാണിക്കുകയാണ് നിങ്ങളോട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വേദനിക്കുമല്ലോ, അവർക്ക് വേണ്ടി കരയുന്നതാണ് കാണാൻ ഇഷ്ടം. അതത്ര നല്ല സ്വഭാവമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാ പോസിറ്റീവ് കാർഡിലെയും നെഗറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. ഈ സജിറ്റേറിയസ് ഞാൻ പറയാറില്ലേ, മാസങ്ങളിൽ ധനു, വസന്തം, പ്രണയത്തിൻ്റെ മാസം, കാമദേവൻ്റെ ശരം, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ ഓറിയോൺ, ആർടെമിസ്, ഇവരെയൊക്കെയാണ് പറയുന്നത്. ഇവിടെ ആർടെമിസാണ് വന്നിരിക്കുന്നത്, ലേഡിയാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തീവ്രമായ പ്രണയത്തിൻ്റെ ജോഡികളാണ് അവിടെ വന്നിരിക്കുന്നത്. ഒന്ന് ശിവപാർവതിമാരാണ്. ഇനി ഗ്രീക്ക് മിതോളജി പറയുകയാണെങ്കിൽ ആർടെമിസ്, ഓറിയോൺ, ഇവരെ പോലെ തന്നെ പ്രണയമുള്ള ആൾക്കാരാണ്. ഒരാളെ വിട്ട് പിരിയുന്നില്ല, മരണത്തിലൂടെ മാത്രമേ അവർ പിരിഞ്ഞിട്ടുള്ളൂ. എന്നാൽ കാമുകൻ മരിച്ചിട്ടും അവരെ ആലോചിച്ചിരുന്നു, വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. അതുപോലെയൊക്കെയുള്ള അവസ്ഥയാണ്. ഡീപ്പ് ലവാണ്. ഇനി കിങ് കപ്പാണ് വന്നിരിക്കുന്നത്. ഈ കിങ്ങിന് അഹന്ത കാരണം കൊണ്ട് തന്നെയാണ് ഈ പ്രണയം തരാത്തത്. കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്, ഇതെപ്പോഴെങ്കിലും ഞാൻ കൊടുക്കും. നിങ്ങളെങ്ങനെ കളിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരട്ടെ, എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവട്ടെ, എനിക്ക് വേണ്ടി കരയട്ടെ, എന്നെ ചിന്തിച്ച് ഉറങ്ങാതിരിക്കട്ടെ. ഇങ്ങനെയുള്ളൊരു ഈഗോ പിടിച്ച മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. ഇതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് പെരുമാറുന്നതെങ്കിൽ ഈ ഭാഗത്തിരിക്കുന്നവർ നിങ്ങൾ ഇത്തിരി സ്നേഹത്തിൽ പെരുമാറാനാണ് ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ അകലേണ്ടവരല്ല. ഫയർ എലമെൻ്റാണ് വന്നിരിക്കുന്നത്. മുജന്മ ബന്ധമാണ്, ഡീപ്പ് ലവാണ്, ഒരു ഡിവൈൻ കണക്ഷനാണ്. അങ്ങനെയുള്ള നിങ്ങളിങ്ങനെ കിട്ടുന്ന സമയം ഈഗോയും അല്ലെങ്കിൽ മുൻകോപങ്ങളും കാരണം നിങ്ങളുടെ നല്ല നല്ല ദിവസങ്ങൾ നശിപ്പിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പെരുമാറുക. നിങ്ങൾ അങ്ങോട്ടല്ല, അവർ നിങ്ങളെയാണ് വൺ വേ ലവാക്കി മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങോട്ടൊരു സ്നേഹമില്ല എന്ന്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽപ്പെട്ട നനഞ്ഞ പടക്കം പോലെയാണ് അയാളുടെ പെരുമാറ്റം. അതുകൊണ്ട് നിങ്ങളെപ്പോഴും വിരഹത്തിലാണ്. എനിക്കിത് കിട്ടില്ല, വിലപ്പെട്ടത് നഷ്ടമാവും. അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാല്യൂ അത്രയധികം വലുതാണ്. അത് പ്രപഞ്ചം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ആ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇതൊക്കെ കള്ളത്തരം കാണിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ സ്നേഹമൊക്കെ അറിയുന്നുണ്ട്. നിങ്ങളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പം ഈ രാജാവിൻ്റെ അഹന്തയൊക്കെ മാറും. അതിനു വേണ്ടി നിങ്ങളൊന്ന് മാറി നിന്ന് നോക്കുക. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങണം. ഇപ്പം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് അവരെയാണ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് അവരെ സ്നേഹം യാചിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യണ്ട. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങളുടെ മെസ്സേജ് കാണാതെ, നിങ്ങളെ കാണാതെ, നിങ്ങൾ വിളിക്കാതെ, അങ്ങനെ അവർ നിങ്ങളെ തിരയാൻ തുടങ്ങണം. അപ്പോൾ അവരുടെ ലൈഫിൽ എന്തായിരുന്നു നിങ്ങൾ എന്ന് അവർ മനസ്സിലാക്കും. അത് മനസ്സിലാക്കുമ്പോഴാണ് പ്രണയത്തിൻ്റെ വാല്യൂ യഥാർത്ഥത്തിൽ വരുന്നത്. അത് മനസ്സിലാക്കുക. സ്വന്തം വീട്ടുകാർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് പാർവതി പരമേശ്വരൻ്റെ പുറകെ നടക്കുന്നത്. കാരണം ഇയാൾ ഏകാഗിയായി നടക്കുകയാണ്, ഭാര്യ നഷ്ടപ്പെട്ടവനാണ്. അതിനുശേഷം അയാൾക്ക് ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, വിരഹിയാണ്, കണ്ണീരാണ്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തെ മുഴുവൻ വെറുത്ത് നടക്കുന്ന ഒരാളെ നിനക്ക് എന്തിനാണെന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. എന്നിട്ടും അവളുടെ പ്രണയം അടക്കാൻ കഴിയാതെയാണ് തപസ്സിരിക്കുന്നത്. തപസ്സിരുന്നോടുകൂടി ഇയാൾ കാമദേവനെ പോലും ഭസ്മമാക്കി. ഇനി ഒരു വഴിയില്ല പാർവതിയുടെ മുന്നിൽ. അഗ്നിയിൽ തപസ്സിരുന്നു, ഇനി മഴ വെയിൽ ഇതൊന്നും കൂട്ടാക്കാതെ തപസ്സിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. എന്തായാലും ഇവളുടെ തപസ്സിനൊരു ഫലവും കാണുന്നില്ല. അങ്ങനെ ഇവൾ തന്നെ തീരുമാനിച്ചു ഇനി ഇയാൾക്ക് എന്നെ മിസ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, പക്ഷെ അതും പറയുന്നുണ്ട്.
പല പുരാണങ്ങളുണ്ടല്ലോ, അതിലൊന്നിലാണ് ഇത് പറയുന്നത്. അങ്ങനെ ദേവി വിചാരിച്ചു ഇനി എന്നെ ഇങ്ങോട്ട് ആഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ ഈ തപസ്സിൻ്റെ വേഷമൊക്കെ കളഞ്ഞ് മനോഹരിയായി സുന്ദരിയായിട്ട് അയാളുടെ മുന്നിലേക്ക് വരികയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നല്ല സൗന്ദര്യത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഈ തപസ്സിരുന്നും കരിഞ്ഞുണങ്ങിയും ഒന്നും അല്ല അയാളുടെ മുന്നിലേക്ക് പോയത്. അംഗപ്രത്യംഗ വർണ്ണനയുണ്ട് ദേവിയെക്കുറിച്ച്. അങ്ങനെ ഒരു രൂപത്തിലാണ് ഭഗവാന്റെ മുന്നിൽ പോകുന്നത്. അതോടുകൂടി അയാൾ വീണു ഇവളെ കണ്ടിട്ട്. അങ്ങനെ അയാളെ മോഹിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ ദേവിയുടെ പേരാണ് കാമാക്ഷി എന്ന്. അപ്പോൾ നമുക്ക് കഴിവുണ്ട്. നമ്മളെ ആഗ്രഹിക്കുന്ന ആൾ നമ്മളെ ആഗ്രഹിക്കാൻ തുടങ്ങാനുള്ള എന്തെങ്കിലും പണി നമ്മളെടുക്കുക. അങ്ങനെ ദേവി സുന്ദരിയായി മുന്നിൽ ചെന്നപ്പോൾ അയാൾക്കത് വേണ്ടെന്ന് വയ്ക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദേവി മൈൻഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ സുന്ദരിയായി മുന്നിൽ പോയിച്ചാലും നിങ്ങളെ എനിക്ക് വേണ്ടെന്നുള്ള ഭാവത്തിൽ പെരുമാറി. അങ്ങനെ മടങ്ങി പോകാൻ നിൽക്കുന്ന ദേവിയോടാണ് പറയുന്നത് എന്നെ വിവാഹം കഴിക്കുമെന്ന് ചോദിക്കുകയാണ്, ഇങ്ങോട്ട് ചോദിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ദേവിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന എന്ന് പറയുന്നത് ശിവൻ. അപ്പോൾ ഈ സമയത്ത് ആരെയും മോഹിപ്പിക്കാനുള്ള രൂപം എടുത്തപ്പോഴാണ് പാർവതിയുടെ മറ്റൊരു പേരായ കാമാക്ഷി എന്ന് പറയുന്നത്. അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കിയപ്പോഴേക്കും അതിലാണ് കാമദേവൻ കുടിയിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. മരിച്ചുപോയ കാമദേവൻ അവളുടെ കണ്ണുകളിൽ കുടിയിരുന്നു എന്നും ആ വശ്യത്തിൽ ഭഗവാൻ മയങ്ങിപ്പോയി എന്നും അങ്ങനെ ദേവിയെ കല്യാണം കഴിച്ചു എന്നും അതുകൊണ്ട് ദേവിക്ക് കാമാക്ഷി എന്ന പേര് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം തപസ്സിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ച് തന്ത്രം കൂടി വേണം. അതുപോലെ നിങ്ങൾക്കും കുറച്ച് തന്ത്രമൊക്കെ വേണം. നമ്മളെ വേണ്ടെന്ന് പറയുന്നവരെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊന്ന് മാറി നിൽക്കുക, അതേ പറ്റൂ. അങ്ങനെ വശ്യപ്രയോഗമൊക്കെ ചെയ്യുമ്പോൾ ദേവിയുടെ നാമങ്ങൾ ചൊല്ലും. ഈ ദേവിയുടെ കണ്ണുകളിൽ കൂടിയിരുന്ന കാമദേവൻ ഭഗവാനെ ആകർഷിച്ചു എന്ന് പറയുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ആ വരികളൊക്കെ ചൊല്ലിയിട്ടാണ് വശ്യപ്രയോഗമൊക്കെ ചെയ്യുക. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. എന്തായാലും വശീകരണ ശക്തിയുള്ള കണ്ണുകളായിരുന്നു. അതുകൊണ്ടാണ് ദേവിയെ കാമാക്ഷി എന്ന് വിളിച്ചത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം, പ്രാർത്ഥന വേണം. വെറുതെ ഇങ്ങനെ നമ്മളെ നശിപ്പിച്ച് നമ്മളൊരു സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുത്തി ഭക്ഷണമൊന്നും കഴിക്കാതെ ഉറങ്ങാതെ ഒരു പേക്കോലായിട്ട് മുന്നിൽ പോയാൽ അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ നമ്മുടെ സൗന്ദര്യത്തിലും നമ്മുടെ ആരോഗ്യത്തിലും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ പ്രണയത്തിൽ അട്രാക്ഷൻ ഉണ്ടാവും. അതുകൂടി വേണം, അത് അത്യാവശ്യമാണ്. ഇവിടെ ധനുമാസാണ് വന്നിരിക്കുന്ന. ശിവപാർവതി ശക്തികളുടെ എനർജി വന്നിട്ടുണ്ട്, ടിൻ ഫ്ലെയിമിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. 10,000 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരേ എനർജി അങ്ങനെ ആയിക്കൂടെ? അതുപോലെയുള്ളതും കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക. നിങ്ങളെങ്ങനെ അവോയ്ഡ് ചെയ്ത് പെരുമാറുകയാണോ ഇങ്ങോട്ട് വിളിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മാറി നിൽക്കുക, അത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം. പിന്നെ നിങ്ങൾ അങ്ങേയറ്റം സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുക. മേക്കപ്പ് ചെയ്യേണ്ടവരാണെങ്കിൽ അത് ചെയ്യുക. ഭക്ഷണം കഴിക്കാതെയാണ് നിങ്ങൾ ഇത്തിരി ഡിമ്മായിരിക്കുന്നതെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കുക. നിങ്ങൾ നല്ല എനർജറ്റിക് ആവുക, നല്ല സുന്ദരനോ സുന്ദരിയോ ആയിട്ട് അവരുടെ മുന്നിൽ നടക്കുക. അവർ വേണ്ടെന്നുള്ള നിലയ്ക്ക് വേണം നടക്കാൻ. അപ്പോഴാണ് അവർക്ക് നിങ്ങളോട് പ്രണയം തോന്നുകയും അവർ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് തോന്നുകയും ഈ അഹന്തയൊക്കെ മാറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളിങ്ങനെ പെരുമാറണം. അപ്പോൾ ഈ ടിപ്പ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെഗറ്റീവ് പറയാം. നെഗറ്റീവ് വന്നിരിക്കുന്നത് വൺ വേ ലവാണ്, നൈറ്റ് കപ്പാണല്ലോ. നിങ്ങൾ അവരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജാവ് നിങ്ങളെ ഒഴിവാക്കി പെരുമാറുകയാണ്. ഒരു പക്ഷേ അവർക്ക് കുടുംബം ഉണ്ടാവാം. ലവ് കാർഡാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ടവറാണ്, എല്ലാം എൻഡായി എന്നാണ് പറയുന്നത്. സ്ട്രെങ്ത്താണ്, ഒരിക്കലും അവരെ പിടികിട്ടില്ല, പിടി തരില്ല എന്നാണ്. 6 വേണ്ടാണ്, പിടിവാശിക്കാരനാണ് എന്നാണ്. 9 സൂട്ട്സാണ്, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ്. ഇനി 5 കപ്പാണ്, എന്നേക്കുമായി അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്നാണ്. ഇതാണ് നെഗറ്റീവ് മെസ്സേജ്. എന്നാൽ പോസിറ്റീവായ മെസ്സേജാണ് സജിറ്റേറിയസും കിങ് കപ്പും തരുന്നത്. യെസ് എന്ന ആൻസറാണ്. അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൽ ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എസ്സിലേക്ക് വരികയാണ്, പോസിറ്റീവ് എനർജിയിലേക്ക് വരികയാണ്. നിങ്ങളിതെല്ലാം തരണം ചെയ്യുകയാണ്. അതാണ് എസ് എന്ന ആൻസർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇവിടെ കുജനാണ് വന്നിരിക്കുന്നത് അല്ലേ? കുജൻ്റെ മന്ത്രമാണ് ഞാൻ ചൊല്ലിയത്. കുജൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ കണ്ണീർത്തുള്ളിയിൽ നിന്നുണ്ടായി എന്ന് ഒരു കഥ പറയുന്നുണ്ട്. ഭൂമി അമ്മയാണ്, ശിവൻ അച്ഛനാണ് എന്നൊരു കഥ പറയുന്നുണ്ടെങ്കിൽ മറ്റ് പുരാണങ്ങളിൽ പറയുന്നു വരാഹരൂപിയായ മഹാവിഷ്ണുവിന്
ഭൂമിദേവിയിലുണ്ടായ പുത്രനാണ് കുജൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ വരാഹം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ എല്ലാ കഷ്ടതകളിൽ നിന്ന് ഉയർത്തുന്ന ആ തേറ്റകൾ, പന്നിട ആ തേറ്റകൾ കണ്ടിട്ടില്ലേ, അതിൽ നമ്മളെ ഉയർത്തുമെന്നാണ് പറയുന്നത്. ഇവിടെ കുജൻ്റെ രൂപം തന്നെ വരാഹമായിട്ടാണ് നമ്മൾ മന്ത്രം ചൊല്ലിയത്. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ഉയർത്തി കൊണ്ടുവരാൻ, നിങ്ങളെ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാൻ. ഇവിടെ 5 കപ്പ് എന്ന് പറഞ്ഞാൽ കുജൻ ശൂന്യനായിട്ട് നിൽക്കുകയാണ്. ഒരു ഊർജമില്ലാതെ വെള്ളത്തിൽ വീണ പടക്കം പോലെ കുജനൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. നല്ല എനർജറ്റിക്കായ ഫയർ എനർജിയായ ആളാണ്. പക്ഷേ ഇവിടെ വെള്ളം വന്നതുകൊണ്ട് ആ വ്യക്തി തണുത്ത് മരവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു ആക്ഷനും നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നില്ല. ആ ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലിയത്. കുജനെ തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട്. ഇനി മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത്, കുജൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്തോട്ടം കുറവാണ് അല്ലെങ്കിൽ രക്തം കുറവാണ് എന്ന് പറയും. നല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ എനർജി ഉണ്ടാവണമെങ്കിൽ ബ്ലഡ് വേണ്ടേ? അത് കുറയുമ്പോഴാണ് ഈ കുജൻ്റെ നെഗറ്റീവായ കാർഡുകൾ വരുന്നത്. നിങ്ങൾ ജ്യോതിഷമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്തോട്ടക്കുറവുണ്ട്, നിങ്ങൾ ഇന്ന മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് മരുന്നിൻ്റെ പേര്, കഷായത്തിൻ്റെ പേര് പോലും പറഞ്ഞു കൊടുക്കുന്ന ജ്യോതിഷികളുണ്ട്. അതൊക്കെ നല്ല അറിയുന്നവരാണ് കേട്ടോ. പക്ഷേ അതുപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലഡ് കുറവാണ്, രക്തോട്ടം കുറവാണ് അല്ലെങ്കിൽ രക്തം കുറവാണ്. അതിൻ്റെ ഒരു കുറവ് നിങ്ങളുടെ എനർജിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എനർജി കുറവുണ്ടെങ്കിൽ, ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ, ഉറക്കക്കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും ടോണിക്കോ വല്ലതും കഴിക്കുകയെ ഒന്ന് ഡോക്ടറെ കാണുക ചെയ്യണം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അതാണ് അത് പറയാൻ കാരണം. അപ്പോൾ അതിൽ നിന്ന്, ഈ നെഗറ്റീവായ ചിന്തകളിൽ നിന്ന്, നെഗറ്റീവായ അനുഭവങ്ങളിൽ നിന്ന്, ഇനി സാമ്പത്തിക ബുദ്ധിമുട്ട്, കടം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ കൂടിയാണ് ഈ വരാഹ മന്ത്രം നമ്മൾ ചൊല്ലിയത്. വരാഹം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ വരാഹമന്ത്രം അല്ല ഞാനിവിടെ ചൊല്ലിയത്, കുജൻ്റെ വരാഹമന്ത്രം, വരാഹരൂപത്തിലുള്ള മന്ത്രമാണ് ചൊല്ലിയത്. നിങ്ങൾക്ക് അങ്ങേയറ്റം ഫലപ്രദമായ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു ഗണപതിക്ക് പാലൊക്കെ ഊട്ടാറുണ്ട്. പാൽ മാത്രമല്ല, പല നേദ്യങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ട് പൂജിക്കാറുണ്ട്. അങ്ങനെ നേദ്യം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, പാൽ കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈ ലോകത്തുള്ള സർവ്വ ശിശുക്കളുടെയും വയറ് നിറയണം, ആരും വിശന്നിരിക്കാൻ പാടില്ല, ആർക്കും രോഗമോ അങ്ങനെയുള്ള ദുരന്തങ്ങളോ ഉണ്ടാവരുതെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നേദ്യം കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പൂർവികരായ ആളുകൾ, മരണപ്പെട്ട ആളുകൾ, അവർ വെള്ളം ദാഹിച്ച് നടക്കാൻ പാടില്ല, ഭക്ഷണം ഇല്ലാതെ നടക്കാൻ പാടില്ല. നമ്മളെല്ലാ കൊല്ലവും ബലിയിടുകയൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലും ചില ആത്മാക്കൾ ഇതിലൊന്നും തൃപ്തിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അത് നമ്മുടെ കുടുംബത്തോടു കൂടിയിട്ടുള്ള ദോഷങ്ങൾക്ക് കാരണമാണ്. എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളാവും. നിങ്ങൾ വെലിയിടാതെയൊക്കെ, മരിച്ചു പോയവർക്ക് വെലിയിടാതെ അവരെ ഒന്ന് തൃപ്തിപ്പെടുത്താതെ നടന്നാൽ അവരുടെ ശാപവും ദോഷമൊക്കെ നമ്മൾക്ക് ഏൽക്കും. അത് കുട്ടികളെ ബാധിക്കും, നമ്മളെ ബാധിക്കും, ജോലിയെ ബാധിക്കും, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗം, പറഞ്ഞില്ലേ, പല വിധത്തിലുള്ള കാര്യങ്ങളായിട്ട് അത് ബാധിക്കും. അത് ബാധിക്കാതിരിക്കാനാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മരിച്ചു പോയ എല്ലാ പൂർവികർക്കും നമ്മളൊരു ബലി കൊടുത്ത പോലെ അവരുടെ ആത്മാവ് അലയാൻ പാടില്ല, അവർക്ക് മോക്ഷം കിട്ടണം. അവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും അല്ലെങ്കിൽ നടക്കരുത്. നിനക്കിത് തരുന്നതിലൂടെ എൻ്റെ പൂർവികന്മാരെല്ലാവരും സന്തോഷത്തിലാവണം എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ അന്നം കൊടുക്കുന്നത്, ഗണപതിക്ക് അന്നം കൊടുക്കുന്നത്. കാരണം ഗണനായകനാണ്, പ്രേതങ്ങളുടെ, ഭൂതങ്ങളുടെ, എല്ലാ ഗണങ്ങളുടെയും നായകനാണ് ഗണപതി. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിൽ ശാന്തി വരാനാണ്. വീട്ടിലായാലും ഇനിയിപ്പോൾ നമ്മളുടെ ബന്ധപ്പെട്ട ബന്ധുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പൊതുവായിട്ട് നല്ലത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കൂടെ ഈശ്വരനുണ്ടാവൂ. അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് തോന്നുന്നത് പോലും നിസ്സാരമായി മാറിപ്പോവാറുണ്ട്. എൻ്റെ ലൈഫിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നെ അങ്ങ് ഇല്ലാതാക്കാന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും അതപ്പോൾ അവിടെ തട്ടി നീങ്ങി പോകും. എനിക്കൊരു ശാന്തി, സമാധാനവും സന്തോഷവും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിന്തിക്കുക, എല്ലാവർക്കും നന്മ വരുന്ന വിധത്തിൽ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാനോട് അത് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടൂ. ചില ആൾക്കാരുണ്ട്, തേർഡ് പാർട്ടിക്ക് നാശം വരാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ എന്താ ചെയ്യേണ്ടത്, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടോ, ആത്മാർത്ഥമായി സ്നേഹിക്കുക. അപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ, നിങ്ങളുടെയാണ് സത്യമായ പ്രണയമെങ്കിൽ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയിക്കോളും. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ അമ്പലത്തിൽ പോയി പൂജിച്ചു, അതൊക്കെ ശരിയാണ്. എങ്കിലും നമ്മുടെ പൂർവികരെ, മരണപ്പെട്ടു പോയവർക്ക് എന്തെങ്കിലും ഒന്ന് വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്തില്ലെങ്കിൽ അതും നമുക്ക് നെഗറ്റീവായി
എഫക്റ്റ് ചെയ്യും. അത് പ്രണയത്തെ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത് ബാധിക്കും. തടസ്സങ്ങളും ദോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും എന്ന് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചൊല്ലിയത് നല്ല മന്ത്രമായതുകൊണ്ട് നിങ്ങൾക്ക് ഈ കേൾക്കുന്നവർക്ക് അങ്ങനെയുള്ള എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഇതൊന്നും ആരും പറഞ്ഞു തരില്ലേ. നിങ്ങളുടെ പ്രണയം സക്സസ് ആവണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഉണ്ടേ. മെഡിറ്റേഷനാണ് വന്നിരിക്കുന്നത്, സെപ്പറേഷനാണ് വന്നിരിക്കുന്നത്, ഇനി റീകൺസിലേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 കാർഡിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ TION എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. 3 കാർഡിലും TION വന്നിട്ടുണ്ട്. സെപ്പറേഷൻ വന്നിട്ടുണ്ട്, മെഡിറ്റേഷൻ, ഇനി ഏറ്റവും ഒടുക്കം റീകൺസിലേഷനാണ്. അപ്പോൾ 3ലും TION എന്ന സ്പെല്ലിംഗ് വന്നിട്ടുണ്ട്. ഇതും നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, പേരിലുണ്ടോ, എന്തിലെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അതൊരു ക്ലൂ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ചില ആൾക്കാർ വേർപിരിഞ്ഞ് പോയിട്ടുണ്ട്. ചില ആൾക്കാരോട് പറയുന്നു നിങ്ങൾ മനസ്സിനെ ഒന്ന് പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരൂ. ഞാൻ പറഞ്ഞില്ലേ, രക്തക്കുറവ് ഇവിടെ കാണുന്നുണ്ട്. ഇനി വേറെ ചില ആളുകൾക്ക് റീകൺസിലേഷൻ ഉണ്ട്. അപ്പോൾ റീയൂണിയൻ എന്ന് തന്നെ ഞാൻ ക്യാപ്ഷൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്, നീർക്കെട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, വാതരോഗങ്ങൾ വന്നിട്ടുണ്ട്, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, ദന്തരോഗങ്ങൾ, എല്ലുകളുടെ പല്ലുകളുടെ ഒക്കെ വന്നിട്ടുണ്ട്, അനീമിക്കാണ് എന്ന് പറയുന്നുണ്ട്, മഞ്ഞപ്പിത്തം, കരൾ രോഗം ഇതൊക്കെ വന്നിട്ടുണ്ട്, മദ്യപാന സ്വഭാവം ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്തായാലും തീപ്പൊള്ളലൊക്കെ ഏൽക്കാതെ നോക്കാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് കരിയർ നോക്കാം. എഴുത്തുകാർ, പത്രമാധ്യമങ്ങൾ വന്നിട്ടുണ്ട്, വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്, സർക്കാർ ജോലികളെല്ലാം വന്നിട്ടുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട്, യാത്രകൾ പറയുന്നുണ്ട്, ഭൂമി സംബന്ധമായ ഇടപാടുകളും പറയുന്നുണ്ട്. ഇനി അഗ്നിമൂലകം വന്നതുകൊണ്ട് തന്നെ ഇരുമ്പുമായി ബന്ധപ്പെട്ട പണികൾ എടുക്കുന്നവരുണ്ട്, വർക്ക് ഷോപ്പ് ഇതുപോലുള്ള കാര്യം. അത് ഞാൻ പറയാറില്ല അല്ലേ, അതുകൊണ്ട്. പൊതുവായ കാര്യങ്ങൾ വിവാഹനിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. ഇനി യാത്രകളെക്കുറിച്ച് പറയുന്നുണ്ട്, അവിചാരിത യാത്രകൾ പറയുന്നുണ്ട്, പോലീസ് കേസൊക്കെ പറയുന്നുണ്ട്, നീതി നിയമമൊക്കെ വന്നിട്ടുണ്ട്, പെടാതെ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 1000 രൂപ അടയ്ക്കുക. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക. എന്നോട് സംസാരിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ആ ക്യാഷ് ആദ്യം അടച്ചിട്ട് വേണം എന്നോട് സംസാരിക്കാൻ. അല്ലാതെ നിങ്ങളുടെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കേൾക്കുക, എൻ്റെ സമയം കുറേ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് പോവുക, അങ്ങനെ ചില ആൾക്കാരെയും കാണുന്നുണ്ട്. അതിനൊന്നും ഇവിടെ പറ്റില്ല. നിങ്ങൾ ആദ്യം ക്യാഷ് അടച്ച് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. ലവ് ആണെങ്കിൽ 2 പേരുടെ കാര്യം മാത്രമേ പറയാൻ പാടൂ. ഇനി എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണമെങ്കിൽ അത് അമ്പലങ്ങളിൽ കഴിക്കാനുള്ള വഴിപാടുകളാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ നമ്പറൊന്നും എൻ്റെ കൈവശമില്ല. ഹിന്ദുക്കളാണെങ്കിൽ അവർക്കറിയാം. ഇനി മറ്റ് മതങ്ങളിലുള്ളവരാണെങ്കിൽ പൊതുവായി കൊടുക്കുന്നുണ്ട്. എല്ലാ അമ്പലങ്ങളുടെയും നമ്പറും കോൺടാക്റ്റ് നമ്പറൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കയ്യിൽ നമ്പറൊന്നുമില്ല. ഞാൻ പക്ഷേ വഴിപാടുകൾ ഇന്നത് ചെയ്താൽ മതി, ഇന്ന അമ്പലത്തിൽ ചെയ്താൽ മതി, ഇത്രേ പറഞ്ഞു തരൂ. അതിന് ചെറിയൊരു ഫീസേ ഞാൻ ഈടാക്കുന്നുള്ളൂ. അതൊക്കെ മനസ്സിലാക്കി മാത്രം എൻ്റെ അടുത്ത് വരിക. ഇങ്ങനെയൊക്കെ റഫായിട്ട് പറയേണ്ടി വരുന്നത് പലരുടെയും പെരുമാറ്റം നല്ലതല്ലാത്തതുകൊണ്ടാണ്. പ്രൈവറ്റ് റീഡിങ്ങിന് വരുന്നവരിൽ ചില ആളുകളുടെ പെരുമാറ്റത്തിൻ്റെ ദൂഷ്യം കൊണ്ടാണ്. എന്നാൽ 90% പേരും നല്ലവരാണ് കേട്ടോ. കാരണം 3 കൊല്ലമായി ഞാൻ പ്രൈവറ്റ് റീഡിങ് എടുക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ചില ആളുകൾ വന്നിട്ട് നെഗറ്റീവായി പെരുമാറിയിട്ട് അവരെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ പെരുമാറ്റം, അവർക്ക് നമ്മൾ അങ്ങോട്ട് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല. 2 മണിക്കൂർ റീഡിങ് വേണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താ ഇത് സിനിമയോ? 2 മണിക്കൂർ റീഡിങ് എടുക്കാൻ? 2 മണിക്കൂർ ഇപ്പോൾ സിനിമ പോലും 1.5 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ പറയുന്നുണ്ട് അങ്ങോട്ട്, അതല്ല എൻ്റെ രീതി ഇതാണെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയില്ല. പിന്നെ തർക്കിക്കാൻ നിൽക്കും. ഇതുപോലുള്ള ആൾക്കാർ വരാതിരിക്കുക. എനിക്ക് സമയമില്ല, എന്നിട്ടാണ് ഒന്നാമത് താല്പര്യമില്ല അങ്ങനെ സംസാരിക്കാൻ. അപ്പോൾ അത്തരം ആൾക്കാർക്ക് വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജിലേക്ക് പോവാം. പ്രൈവറ്റ് റീഡിങ്ങിന് നിങ്ങളുടെ വിഷയം ഏതുമാവാം. ബ്ലാക്ക് മാജിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിത്തരും. നിങ്ങളുടെ ദോഷം എന്താണെങ്കിലും ഞാൻ പറഞ്ഞു തരും, അതിന് പരിഹാരം പറഞ്ഞു തരും. ഹിന്ദുക്കളാണെങ്കിൽ എളുപ്പമായി, മറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്പറൊന്നും ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഞാൻ വഴിപാട് മാത്രമേ പറഞ്ഞു തരൂ. ബാക്കി നിങ്ങളുടെ ജോലിയാണ് അത് ചെയ്യുക എന്നുള്ളത്. പ്രണയത്തിൻ്റെ മാലാഖമാരെന്താ പറയുന്നത് നോക്കാം. ഉജ്ജന്മ ബന്ധമാണെന്നാണ് പറയുന്നത്.
പ്ലേഫുൾനെസ്, തമാശ അല്ലെങ്കിൽ ഫ്ലർട്ടിങ്, വെഡ്ഡിങ്, സീരിയസ് ആയ പ്രണയമാണ്, കല്യാണം കഴിക്കണം എന്നാണല്ലോ വിചാരം. റിലീസ് യുവർ എക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകളോട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ മനസ്സ് കൊണ്ട് നടക്കണ്ട, അവരത്ര കൊള്ളില്ല, മനസ്സിൽ നിന്ന് കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്. ഇനി ചില ആൾക്കാരോട് പറയുന്നുണ്ട് ഒരു മുജന്മ ബന്ധമാണെന്ന്. ചില ആൾക്കാരോട് പറയുന്നുണ്ട് ഇതൊരു ഫ്ലർട്ടിങ് മാത്രമാണ്, സീരിയസ് ആയി എടുക്കേണ്ടതെന്ന്. ഏതൊക്കെ വിധത്തിൽ പ്രയോഗിച്ചിട്ടും ശിവന് പാർവതിയെ ഇഷ്ടമായില്ല. തപസ്സിരുന്നു, താണുകേണ്, അപേക്ഷിച്ചു, പൂജിച്ചു, കാമദേവൻ്റെ സഹായം തേടി, എന്നിട്ടൊന്നും നടന്നില്ല. അവളെ വേണ്ടെന്നുള്ള നിലയ്ക്ക് തപസ്സിൽ തന്നെ ഇയാളിരുന്നു. അവസാനം അവൾ തന്നെ സുന്ദരിയായി മുന്നിൽ വന്നപ്പോൾ അയാൾ കണ്ണു തുറന്നു. പക്ഷേ അവൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് മാറിപ്പോവാൻ തുടങ്ങി. അപ്പോൾ അവളുടെ കഴുത്തിൽ മിന്നി കെട്ടി, നിന്നെ എനിക്ക് വേണം എന്നുള്ള അവസ്ഥയിൽ അയാൾ പുറകെ പോയി എന്നാണ് പറയുന്നത്. ഇതുപോലെയൊക്കെ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും ഉദാഹരണം ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളങ്ങ് മാറിപ്പോകൂ, അപ്പോൾ നിങ്ങളുടെ പുറകെ വന്നോളൂ, സത്യമുള്ള പ്രണയമാണെങ്കിൽ. പിന്നെ വളഞ്ഞ വഴിയിലൂടെ തേർഡ് പാർട്ടി എങ്ങനെയാണ് കളയുക, പങ്കാളി എങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. വളഞ്ഞ വഴിയിലൂടെ ആൾക്കാർ കൊണ്ടുവരാൻ കഴിയില്ല. കുറച്ച് പണം മറ്റുള്ളവർക്ക് കൊടുക്കാനേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പൂജാരി എപ്പോഴും കർപ്പൂരം കത്തിച്ചിട്ടും അല്ലെങ്കിൽ സാമ്പ്രാണി പുകച്ചിട്ടും 10,000-16,000 രൂപയാണ് ഒരു ലേഡിയുടെ കയ്യിൽ നിന്ന് പറ്റിച്ചുകൊണ്ടിരുന്നത്. അന്നേ എനിക്കറിയാം ഇത് പറ്റിപ്പാണെന്ന്. ഇവർ ഈ പൂജ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് റീഡിങ്ങിനും വരും, അതാണ് രസം. അവസാനം ഞാൻ ആ ലേഡിയെ ഒഴിവാക്കി. കാരണം ഇതൊന്നും ശരിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അവരുടെ രീതി നല്ലതല്ല, നെഗറ്റീവായ ചിന്താഗതിയാണ്. മറ്റുള്ള ആൾക്കാർക്ക് നാശം വരണം അല്ലെങ്കിൽ മറ്റുള്ളവർ നശിക്കണം, ഇതുപോലെ പറയുമ്പോൾ പൂജ ചെയ്തു കൊടുക്കുന്ന ആ തിരുമേനി എന്താ പറയണ്ടേ? തിരുമേനി എന്നൊന്നും പറയാൻ പാടില്ല അല്ലേ, വേറെ എന്തെങ്കിലും പേര് പറയണം. അപ്പോൾ പണം കിട്ടാൻ വേണ്ടി അയാൾ ചെയ്ത ആർക്കും ഒന്നും വലിക്കാൻ പോകുന്നില്ല. അയാൾ വെറുതെ സാമ്പ്രാണി എത്തിക്കുന്നല്ലേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് പൂവ് എവിടെയെങ്കിലും വലിച്ചെറിയുന്നുണ്ടാവും, അത് എവിടേക്കാന്ന് പോലും അറിയില്ല അല്ലേ. ഇതൊക്കെയാണോ പൂജ? ഇതൊക്കെയാണോ മന്ത്രങ്ങൾ? പൂജയും മന്ത്രങ്ങൾ എന്താണെന്ന് വൃത്തിയായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ചെയ്തു കൊടുക്കാറൊന്നുമില്ല. ഞാൻ നല്ല രീതിയിൽ ചിന്തിക്കുക, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വളഞ്ഞ വഴിയൊന്നും നമ്മുടെ മുന്നിലില്ല. വലിയ വലിയ തിരുമേനിമാരുടെ പേര് പറഞ്ഞിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ട്. അവരൊരു മന്ത്രം നിങ്ങൾക്ക് ഇതുവരെയായിട്ട് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളോ ഇവിടെ എത്ര ശക്തമായ മന്ത്രങ്ങളാണ് തരുന്നത്, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. പക്ഷെ നിങ്ങളതൊരിക്കലും ചെല്ലരുത്. അതിന് ചില വിധികളൊക്കെ ഉണ്ട്. നല്ലത് വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ചിലപ്പോൾ നെഗറ്റീവായി മാറാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോണ് കഴിക്കാൻ പാടില്ല, ഫിസിക്കൽ ബന്ധം പാടില്ല, മെൻസസ്സായി ഇരിക്കാൻ പാടില്ല, ശരീരശുദ്ധി വേണം, മനഃശുദ്ധി വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മന്ത്രം ചൊല്ലുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാണ് ചൊല്ലേണ്ടത് എന്ന് പോലും ഉണ്ട്. അതൊന്നും അറിയാതെ അത് ചെയ്താൽ ദോഷമായിട്ട് മാറും. അപ്പോൾ കേൾക്കാം, നമ്മളിവിടെ അതൊക്കെ ആചരിച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കേട്ടോളൂ, അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആഗ്രഹിച്ച് കേൾക്കാം, അത്രേ ചെയ്യാൻ പാടൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമായി മാറും, അതുകൂടി പറയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഐ ആം സോറി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ടിൻ ഫ്ലെയിം ആയവരുണ്ട്. ടിൻ ഫ്ലെയിം എനർജി വന്നിട്ടുണ്ട് ഇന്നിവിടെ. മാരേജ് കഴിക്കേണ്ടവരുമുണ്ട്. അപ്പോൾ റിപ്പീറ്റായി മാരേജ് എന്ന കാർഡ് വന്നു അല്ലേ, എം എന്ന അക്ഷരം വന്നു. ഞാൻ പറഞ്ഞില്ലേ, TION 3 തവണയാണ് വന്നിരിക്കുന്നത്. എം ഇപ്പോൾ 2 തവണ വന്നു. ഇനി ഏതൊക്കെ അക്ഷരമാണെന്ന് ഓർമ്മയില്ല. ടി ആണോ? ടി വീണ്ടും വന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അക്ഷരങ്ങൾ റിപ്പീറ്റായി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആ മായക്കണ്ണാടി നോക്കാനാണ് എൻ്റെ അടുത്തേക്ക് വിളിക്കുന്നത്. നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണോ അതോ മറ്റൊരാളാണോ? യഥാർത്ഥ പ്രണയമാണോ അതോ ഫേക്കാണോ? ഇതൊക്കെ അറിഞ്ഞിരുന്ന ശേഷം മാത്രം ടാരോ റീഡിങ്ങുകൾ കാണുക. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വെറുതെ ലോസായി പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പോസിറ്റീവായി മാത്രം മുന്നോട്ട് പോവുക, അത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഗുണം ചെയ്യും.